എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന ഭാഗത്തിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളിത് കാണുന്നുണ്ട്, കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയി കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അതെനിക്കൊരു മോട്ടിവേഷൻ ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കുകളും സബ്സ്ക്രിപ്ഷനുകളും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് അടിത്തറയിട്ടത് എന്നായിരുന്നു എന്നാണ്. AD 1246. AD 1246 കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് അടിത്തറയിട്ടത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് അടിത്തറയിട്ടതെപ്പോൾ? AD 1246. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചന്ദ്രഭാഗ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചന്ദ്രഭാഗ. ചന്ദ്രഭാഗ നദീതീരത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. PSC 1 മാർക്ക് ചോദ്യം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന നോവൽ ശിലാപത്മം. ശിലാപത്മമാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന നോവൽ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന നോവലാണ് ശിലാപത്മം. ശിലാപത്മം എന്ന നോവൽ എഴുതിയ ഒഡിയ സാഹിത്യകാരി പ്രതിഭ റോയ്. ശിലാപത്മം എന്ന നോവൽ എഴുതിയ ഒഡിയ സാഹിത്യകാരി പ്രതിഭ റോയ് ആണ്. പല്ലവന്മാരുടെ ആസ്ഥാനം കാഞ്ചീപുരം. പല്ലവന്മാരുടെ ആസ്ഥാനം കാഞ്ചീപുരം. പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരമാണ് മഹാബലിപുരം. പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരമാണ് മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പഞ്ചരഥങ്ങൾ എന്നാണ്. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പഞ്ചരഥങ്ങൾ എന്നാണ്. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് മഹാബലിപുരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എല്ലോറയിലാണ്. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എല്ലോറയിലാണ്. എല്ലോറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എല്ലോറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. എല്ലോറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് എല്ലോറയും പഞ്ചരഥങ്ങളും. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് എല്ലോറയും പഞ്ചരഥങ്ങളും. എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച കാലഘട്ടം 6 to 12 നൂറ്റാണ്ടിനിടയിലാണ്. എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ 6ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഒക്കെ ഇടയിലായിട്ടാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചതാരാണ്? രാജരാജ ചോളൻ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചതാരാണ്? രാജരാജ ചോളനാണ്. കമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസമാണ്.
കമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. PSC 1 മാർക്ക് ചോദ്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ചോദ്യമാണ്. കമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസം സംസ്ഥാനമാണ്. ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉയരമേറിയ ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് കമാഖ്യ ക്ഷേത്രവും ബൃഹദീശ്വര ക്ഷേത്രവും. ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉയരമേറിയ ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് കമാഖ്യ ക്ഷേത്രം, ബൃഹദീശ്വര ക്ഷേത്രം എന്നിവ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ക്ഷേത്രഭിത്തിയിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ഖജുരാഹോ ക്ഷേത്രം. ക്ഷേത്രഭിത്തിയിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ഖജുരാഹോ ക്ഷേത്രം. ക്ഷേത്രഭിത്തിയിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് ഖജുരാഹോ ക്ഷേത്രം. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. PSC 1 മാർക്ക് ചോദ്യമാണ്. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? സൽത്തനത്ത് കാലത്താണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ്? സൽത്തനത്ത് കാലത്ത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ അത് സൽത്തനത്ത് കാലത്താണ്. സൽത്തനത്ത് കാലത്ത് വാസ്തുവിദ്യാ രംഗത്ത് പ്രസിദ്ധരായവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ്? തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. സൽത്തനത്ത് കാലത്ത് വാസ്തുവിദ്യാ രംഗത്ത് പ്രസിദ്ധരായവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. സൽത്തനത്ത് കാലത്ത് വാസ്തുവിദ്യാ രംഗത്ത് പ്രസിദ്ധരായവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ്? തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇൻഡോ ഇസ്ലാമിക് രീതിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. ഇൻഡോ ഇസ്ലാമിക് രീതിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി കുത്തബ് മിനാർ ആണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. കുത്തബ് മിനാർ, ഖുത്ബുദ്ദീൻ ഐബക്ക് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്ക്. കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. അപ്പോ കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ച ഭരണാധികാരി ഖുത്ബുദ്ദീൻ ഐബക്കും കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. കുത്തബ് മിനാറിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഉയരമുള്ള ഗോപുരം, ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണി എന്നിവ. ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടിയ കാലഘട്ടം മുഗൾ കാലഘട്ടമാണ്. മുഗൾ കാലഘട്ടത്തിലാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടിയത്. ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരണം നേടിയ കാലഘട്ടമാണ് മുഗൾ കാലഘട്ടം. താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയായത് ഏത് സ്മാരകമാണ്? ഹുമയൂണിന്റെ ശവകുടീരം. താജ്മഹൽ നിർമ്മാണത്തിന് മാതൃകയായത് ഏത് സ്മാരകമാണ്? ഹുമയൂണിന്റെ ശവകുടീരം. താജ്മഹലിന്റെ നിർമ്മാണത്തിന് മാതൃകയായത് ഏത് സ്മാരകമാണ് എന്ന് ചോദിച്ചാൽ അത് ഹുമയൂണിന്റെ ശവകുടീരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് ആരുടെ ഓർമ്മയ്ക്കാണ്? മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് ആരുടെ ഓർമ്മയ്ക്കാണ് എന്ന് ചോദിച്ചാൽ അത് മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കാണ്. ഗോൽഗുംബസ് നിർമ്മിച്ചത് ഏത് സുൽത്താൻമാരുടെ കാലത്താണ്? ഭാമിനി സുൽത്താൻമാരുടെ കാലത്താണ്. ഗോൽഗുംബസ് നിർമ്മിച്ചത് ഏത് സുൽത്താൻമാരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ ഗോൽഗുംബസ് നിർമ്മിച്ചിട്ടുള്ളത് ഭാമിനി സുൽത്താൻമാരുടെ കാലത്താണ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. എല്ലാവർക്കും അറിയായിരിക്കും. സിനിമകളിലൊക്കെ നമ്മൾ ചാർമിനാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് പോയി കണ്ടവരും ഉണ്ടാകും. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്.
ചാർമിനാർ നിർമ്മിച്ചത് ഏതു സുൽത്താൻമാരുടെ കാലത്താണ്? കുത്തബ് ഷാഹിയുടെ കാലത്താണ്. ചാർമിനാർ നിർമ്മിച്ചത് ഏതു സുൽത്താൻമാരുടെ കാലത്താണ്? കുത്തബ് ഷാഹി. ചാർമിനാർ നിർമ്മിച്ചത് ഏതു സുൽത്താൻമാരുടെ കാലത്താണ്? കുത്തബ് ഷാഹിയുടെ കാലത്താണ്. ഗോൽഗുംബസ് സ്ഥിതി ചെയ്യുന്നത് ബീജാപൂരിലാണ്. ഗോൽഗുംബസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബീജാപൂർ. ഗോൽഗുംബസ് സ്ഥിതി ചെയ്യുന്നത് ബീജാപൂർ. വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും നിർമ്മിച്ച രാജവംശമാണ് വിജയനഗരം. വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും നിർമ്മിച്ച രാജവംശമാണ് വിജയനഗര രാജവംശം എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വാസ്തുവിദ്യാ ശൈലി ഗോതിക് ആണ്. ഗോതിക് ശൈലിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും. ഗോതിക് ശൈലിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും. ഗോതിക് ശൈലിയുടെ പ്രത്യേകതകൾ കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും. ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച നിർമ്മിതിക്ക് ഉദാഹരണങ്ങളാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോൺ ജീസസ് പള്ളി ഗോവ. ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ട് നിർമ്മിതികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന രണ്ടെണ്ണമാണ്. അതിലൊന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി, അത് കൊച്ചിയിലാണ്. രണ്ടാമത്തത് ബോം ജീസസ് പള്ളി, അത് ഗോവയിലാണ് എന്നും മനസ്സിലാക്കാൻ കഴിയും. ദക്ഷിണേന്ത്യയിൽ വികാസം പ്രാപിച്ചിട്ടുള്ള സംഗീതമാണ് കർണാടക സംഗീതം. ദക്ഷിണേന്ത്യയിൽ വികാസം പ്രാപിച്ച സംഗീതം കർണാടക സംഗീതം. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? പുരന്ദരദാസൻ എന്ന് പറയുന്നത്. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായിട്ട് രൂപം കൊണ്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ട സംഗീത ശൈലിയായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ പ്രമുഖരായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരായിരുന്നു ആമിർ ഖുസ്രു, താൻസൻ എന്നിവർ. പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു ആമിർ ഖുസ്രു, താൻസൻ എന്നിവർ. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഖാൻഖകളിൽ രൂപപ്പെട്ട സംഗീതമാണ് ഖവാലി. ഈ സൂഫി വര്യന്മാര് താമസിച്ചിരുന്ന സ്ഥലങ്ങളെ നമ്മൾ ഖാൻഖകൾ എന്ന് പറയാറുണ്ടായിരുന്നു. ഇവിടെ രൂപപ്പെട്ട സംഗീതമാണ് ഖവാലി. ഖവാലി എഴുതപ്പെട്ട ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഉറുദു ഭാഷയാണ്. ഖവാലി എഴുതപ്പെട്ട ഭാഷ ഉറുദു ഭാഷ. ഖവാലിയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചത് ആമിർ ഖുസ്രു ആയിരുന്നു. ഖവാലിയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചത് ആമിർ ഖുസ്രു. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഗീത ഉപകരണങ്ങളാണ് തബലയും സിത്താറുമൊക്കെ. മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ള സംഗീത ഉപകരണങ്ങളായിരുന്നു തബലയും സിത്താറുമൊക്കെ. മധ്യകാലഘട്ടത്തിൽ ചിത്രകലയെ സ്വാധീനിച്ച പ്രമേയങ്ങളാണ് ബൈബിള്, രാമായണം, പ്രകൃതി ദൃശ്യങ്ങൾ, കൊട്ടാര ജീവിതങ്ങൾ എന്നിവ. മധ്യകാലഘട്ടത്തില് ചിത്രകലയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രമേയങ്ങളാണ് ബൈബിള്, രാമായണം, പ്രകൃതി ദൃശ്യങ്ങൾ, കൊട്ടാര ജീവിതങ്ങൾ തുടങ്ങിയവ. മധ്യകാല ഇന്ത്യയിൽ രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം തുടങ്ങിയവ. ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലാണ്. ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ എന്ന് നമ്മളോട് ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവോടെ വികാസം പ്രാപിച്ച ഭാഷകളാണ് മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്ത്. ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി വികാസം പ്രാപിച്ച പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി,
ഗുജറാത്തി തുടങ്ങിയവയാണ് എന്ന് അവിടെ ഓർത്തിരിക്കുക. നായനാർമാർ, ആഴ്വാർമാർ എന്നിവർ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരായിരുന്നു എന്ന് ചോദിച്ചാല് ഭക്തിപ്രസ്ഥാനം. നായനാർമാർ, ആഴ്വാർമാർ എന്നിവർ ഏതു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്തിപ്രസ്ഥാനവുമായിട്ടാണ് ഇവര് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. നായനാർമാർ, ആഴ്വാർമാർ എന്നിവർ ഏതു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്തിപ്രസ്ഥാനം. ഭക്തിപ്രസ്ഥാനവുമായിട്ടാണ് ഇവര് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ആഴ്വാർമാർ ആരാധിച്ചിരുന്ന ദൈവം വിഷ്ണുവാണ്. ആഴ്വാർമാർ ആരാധിച്ചിരുന്ന ദൈവം വിഷ്ണു. ആഴ്വാർമാരിലും വായുണ്ട്, വിഷ്ണുവിലും വായുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ച് അവർ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓർത്തിരിക്കുക. ആഴ്വാർമാർ ആരാധിച്ചിരുന്ന ദൈവം വിഷ്ണു. നായനാർമാർ ആരാധിച്ചിരുന്ന ദൈവം ശിവൻ. ഇവിടെ നായനാർമാർ തുടങ്ങുന്നതും നായിലാണ്, ഇവിടെ ശിവൻ അവസാനിക്കുന്നതും നായിലാണ്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. നായനാർമാർ ആരാധിച്ചിരുന്ന ദൈവമാണ് ശിവൻ. ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം വ്യാപിച്ച കാലഘട്ടമാണ് 14-ാം നൂറ്റാണ്ട്. ഉത്തരേന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം വ്യാപിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ 14-ാം നൂറ്റാണ്ടാണ്. ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകരായിരുന്നു ഗുരുനാനാക്ക്, മീരാബായി, ചൈതന്യ, തൂക്കാറാം, കബീർദാസ്, തുളസീദാസ് എന്നിവർ. ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകരായിരുന്നു ഗുരുനാനാക്ക്, മീരാബായി, ചൈതന്യ, തുക്കാറാം, കബീർദാസ്, തുളസീദാസ് എന്നിവർ. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യവും നൽകുകയും ചെയ്തവരാണ് സൂഫി വര്യന്മാർ. ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരാണ് സൂഫികൾ. സൂഫിസം എന്ന പദം ഉണ്ടായത് ഏത് അറബി വാക്കിൽ നിന്നാണ്? സൂഫ് എന്ന അറബി വാക്കിൽ നിന്നാണ്. സൂഫിസം എന്ന പദം ഉണ്ടായത് ഏത് അറബ് വാക്കിൽ നിന്നാണ്? സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരകരായിരുന്നു നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി. സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകരായിരുന്നു നിസാമുദ്ദീൻ ഔലിയ, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്നിവർ. ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനമാണ്. ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സൂഫി പ്രസ്ഥാനം. അറബി, പേർഷ്യൻ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഖടിബോലി, ബ്രിജ് മുതലായവയും കൂട്ടിച്ചേർന്നുണ്ടായ ഭാഷയാണ് ഉറുദു. അറബി, പേർഷ്യൻ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഖടിബോലി, ബ്രിജ് മുതലായവയും കൂട്ടിച്ചേർന്നുണ്ടായ ഒരു ഭാഷയാണ് ഉറുദു. ഏതു മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് തർജ്ജമയ്ക്കു വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ചത്? അക്ബർ. ഏതു മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് തർജ്ജമയ്ക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ചത്? അക്ബറിന്റെ കാലത്താണ്. അപ്പൊ അക്ബറിന്റെ കാലത്താണ് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് ആരംഭിച്ചത്. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ദാരാഷുക്കോ ആണ്. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ദാരാഷുക്കോയാണ്. ദാരാഷുക്കോ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചാൽ അത് ഷാജഹാന്റെ പുത്രനാണ്. ദാരാഷുക്കോ ആരുടെ പുത്രനാണ് എന്ന് ചോദിച്ചാൽ ദാരാഷുക്കോ ഷാജഹാന്റെ പുത്രനാണ് എന്നുള്ള കാര്യം കൂടി അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുമുള്ളത്. ഏകദേശം 59 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.